സിസ്റ്ററുടെ പേര് മേഴ്സി ജോൺസൺ എന്നാണ്. സിസ്റ്റർ വരുന്നത് കൊടകരയിൽ നിന്നാണ്. കഴിഞ്ഞ മീറ്റിംഗിൽ ഉണ്ടായ ഒരു അത്ഭുത സാക്ഷ്യമായിട്ടാണ് സിസ്റ്റർ നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. സിസ്റ്റർക്ക് കഴിഞ്ഞ നവംബറിൽ ക്യാൻസർ വന്നതിനെ സംബന്ധിച്ചിട്ട് റൈറ്റ് ബ്രസ്റ്റില് ഒരു മുഴയുണ്ടായിരുന്നു. അതിനോട് ചുറ്റുമുള്ള കുറച്ച് ലിംഫ് നോഡ്സും ഒക്കെ റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് സിസ്റ്റർ വന്നു. ഒരു മുഴ, ക്യാൻസറിന്റെ മുഴ റിമൂവ് ചെയ്തു കഴിഞ്ഞ നവംബറിൽ. അപ്പൊ അത് റിമൂവ് ചെയ്തതിനെ തുടർന്ന് ആ ഭാഗം അത് ഇൻഫെക്റ്റഡ് ആയി ഒരു 15 ദിവസത്തോളം സിസ്റ്റർ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. എത്ര മരുന്നുകൾ ചെയ്തിട്ടും ആന്റിബയോട്ടിക്കുകളൊന്നും ഫലിക്കാത്ത ഒരവസ്ഥയിലേക്ക് അത് കടന്നു വന്നു. അതിനുശേഷം സിസ്റ്റർക്ക് അതിൽ നിന്ന് ദൈവം പ്രാർത്ഥനയോടെ ഇരുന്നപ്പോൾ സൗഖ്യം കൊടുത്തു. സിസ്റ്റർ കഴിഞ്ഞ മീറ്റിങ്ങിൽ കടന്നു വന്നപ്പോൾ ബ്രദർ ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കുകയുണ്ടായി. റൈറ്റ് ബ്രസ്റ്റില് മുഴ എടുത്ത് മാറ്റിയതിനെ തുടർന്ന് ഒരു ഹോള് പോലെ, അതായത് ഒരു കുഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലുള്ള ഒരു സഹോദരിയെ സൗഖ്യമാക്കുന്നു എന്ന് ബ്രദർ പറഞ്ഞു. ആ നിമിഷം തന്നെ അത് പൂർണ്ണമായി ആ കുഴി മുഴുവനായിട്ട് തോർന്നു പോകാനായിട്ട് ഇടയായി എന്നാണ് പറയുന്നത്. ഇത് നമ്മളോട് പറയുന്ന ആള് MBBS ഡോക്ടറാണ്. ഏത് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാനിപ്പോൾ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, അങ്ങനെ നടക്കുമോ? ഇല്ല, ഇമ്പോസിബിൾ ആണ്. നടക്കത്തില്ല. വൈദ്യശാസ്ത്ര പ്രകാരം നടക്കത്തില്ല. നിങ്ങൾ ആരും കൈയടിക്കാത്ത എന്ന് പറഞ്ഞ ബ്രസ്റ്റിലെ ഒരു ഭാഗം റിമൂവ് ചെയ്തു മുഴയോട് കൂടെ, അങ്ങനെയല്ലേ? ബ്രസ്റ്റിലെ ഒരു ഭാഗം റിമൂവ് ചെയ്തു, ഒരു ഭാഗം പോയി. ആ ഭാഗത്ത് ഇപ്പൊ മാംസമുണ്ട്. എഴുന്നേറ്റ് ഒന്നൊരു കൈയടി കൊടുക്കാത്ത എന്താ? എന്നോട് ഈ ദിവസങ്ങളിൽ കർത്താവ് പറഞ്ഞൊരു കാര്യം പറയട്ടെ. നഷ്ടപ്പെട്ട അവയവങ്ങൾ, വിരലില്ലാത്തവർക്ക് വിരലുണ്ടാവും, കാലില്ലാത്തവർക്ക് കാലുണ്ടാവും. നിങ്ങൾ കൈയടിക്കുന്നതും കേൾക്കുന്നില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വരും. ഒന്നും കൂടെ ചേർന്ന് കൈയടിച്ചു ഒരു ആമേൻ പറ. ശബ്ദം ഉയർത്തോ. ഇത് അതിന്റെ തെളിവാണ്. നിങ്ങൾക്ക് അതിശയമായിട്ട് തോന്നുന്നവർ എത്ര പേര് ഇതിനകത്തുണ്ട്? എന്നോട് ആരോ ഒരാൾ ചോദിച്ചൊരു ചോദ്യം, ശ്രദ്ധിക്കണേ. ഒരു മാംസം അല്ലെങ്കിൽ ഒരു ട്യൂമർ റിമൂവ് ചെയ്തു, ആ ട്യൂമർ സൗഖ്യമായാൽ കൊള്ളാം, നല്ല കാര്യമാണ്. പക്ഷെ ട്യൂമർ റിമൂവ് ചെയ്ത സ്ഥലത്തുനിന്ന് അവിടെ ഒരു മാംസം ഉണ്ടായിട്ട് എന്താ പ്രത്യേകതയുള്ളത്? അപ്പോൾ എനിക്ക് ആ മനുഷ്യനോട് സംസാരിക്കാൻ തോന്നിയില്ല. കാരണം അയാൾക്ക് ദൈവിക അത്ഭുതങ്ങളെ വലുതായി തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു തൻ്റെ ശരീരത്തിലെ മാംസം മാറ്റിയതിന് ശേഷം, റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ അത് തിരിച്ചു വന്നാൽ ഇയാളുടെ സ്ഥിതി എന്തായിരിക്കും? നമുക്ക് അൺഇമാജിനബിളാ. കർത്താവിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും വലിയ കാര്യമല്ലേ? അത് നിങ്ങളോട് പറയുക, എൻ്റെ കർത്താവിന് എന്തും ചെയ്യാൻ പറ്റും. ഒന്ന് കൈ അടിച്ചു കർത്താവിനെ ആരാധിച്ച്. ഞാൻ നിങ്ങളോട് ചിലരോടൊരു ദൂത് പറയട്ടെ. ഇന്ന് നിങ്ങൾ മടങ്ങി പോകുമ്പോൾ നഷ്ടപ്പെട്ടത് ചില തിരിച്ചു വരട്ടെ. ഓ, നിങ്ങളുടെ ശബ്ദം കേട്ടില്ല. ഇന്ന് പകൽ നിങ്ങൾ മടങ്ങി പോകുമ്പോ നഷ്ടപ്പെട്ടത് ചില തിരിച്ചു വരട്ടെ. നഷ്ടപ്പെട്ട അവയവങ്ങൾ തിരിച്ചു വരട്ടെ. ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയത് ചിലത് തിരികെ വരട്ടെ. ഒരിക്കലും ഇനി വരത്തില്ല എന്ന് പറയുന്നത് തിരികെ വരട്ടെ. ഒരിക്കലും തിരികെ വരാൻ കഴിയത്തില്ലെന്ന് പറയുന്നത് മാറ്റപ്പെടട്ടെ. ആ കൈകളൊന്ന് അടിച്ചു കർത്താവിനെ സ്തുതിച്ച്. എനിക്ക് തോന്നുന്നു ഈ ചേച്ചി പണ്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലേ? ഈ ക്യാൻസർ ആയ സമയത്ത് മനസ്സൊന്ന് ഇടിഞ്ഞു പോയി, ആകെ വിഷമത്തിലായി, പെട്ടെന്ന് പിന്നെ ആകെ ഡൗൺ ആയിപ്പോയി. ഞാൻ സ്പിരിച്വലി ഡൗൺ ആയിപ്പോയി. ഇപ്പൊ കർത്താവിന് നമ്മളോട് പറയാനുള്ള എന്നാന്നറിയോ? ഓപ്പറേഷൻ ചെയ്യണക്ക് മുമ്പ് കർത്താവിനെ നമുക്ക് വിശ്വസിക്കാമായിരുന്നു, ഉറപ്പിക്കാമായിരുന്നു. ഇനി ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു. പക്ഷെ അതിന് നടുവിൽ ദൈവം ഒന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കരമാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഭയങ്കര പിടുത്തൊക്കെ ആയിരുന്നു, ഭയങ്കര പ്രയാസമായിരുന്നു. ടോട്ടലി ഫുള്ളും ആൾ ഡൗൺ ആയി, മെന്റലി ഒക്കെ. അന്നത്തോടു കൂടി പുള്ളി ഭയങ്കര ഹാപ്പിയായി, ഫ്രീ ആയി. ആ ഭാഗത്ത് കണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു. കണ്ണിന് ഒരു ബ്ലാക്ക് സ്പോട്ട് വന്ന് കണ്ണിന് കാഴ്ചപ്പോൾ ഡോക്ടർ ചോദിച്ചപ്പോൾ ഡോക്ടറോട് പറഞ്ഞു മരുന്ന് ചെയ്യണ കാരണം പറഞ്ഞു അത് ഇല്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. അന്നേരം തിരിച്ച് വീട്ടിലേക്ക് എന്നോട് പോകുമ്പോൾ പറഞ്ഞു എൻ്റെ കണ്ണിലേക്ക് ഇപ്പം അങ്ങനെ വരണില്ലല്ലോ, നോക്കുമ്പോൾ ഇങ്ങനെ വരും, കണ്ണിന് കാഴ്ച മങ്ങും. ഒരു കണ്ണ് ഒരു വെള്ള വെളിച്ചം ഇങ്ങനെ റൗണ്ട് അടിക്കും ഇങ്ങനെ. അപ്പം ഞാൻ പറയും എൻ്റെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ, ഇത് മാറ്റാം. ഡോക്ടർ ചോദിക്കും കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറയും ഇല്ലാന്ന്. കാരണം എന്ന് വെച്ചാൽ മരുന്നിലല്ലോ, ഞാൻ എൻ്റെ കർത്താവിനെ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ വിശ്വാസത്തിലേക്ക് വരാൻ പറ്റി. അത് വിശ്വസിക്കും.
ഇത് ഞാൻ ചോദിച്ചോ, ഈ ബ്രസ്റ്റിന്റെ അവിടെ റിമൂവ് ചെയ്തതിനു ശേഷം അവിടെ മുഴുവൻ വലിച്ചില്ലായിരുന്നു? അവിടെ എനിക്കൊരു ഭാരം കയറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ കർത്താവിനോട്, കർത്താവ് ഞാൻ ചോദിക്കുന്നത് ആ ഭാഗം, കാരണം ഒരു ഭാഗം റിമൂവ് ചെയ്യപ്പെടുകയല്ലേ ചെയ്യുന്നത്, അവിടെ ആ മാംസം എല്ലാം പ്രയാസമായിരുന്നു. ഈ ഭാഗം മൊത്തം എനിക്ക് കയ്യൊക്കെ നിന്നും മരയിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതായത് ആ എലാസ്റ്റികത പോയി, ഇവിടുന്ന് മൊത്തം മരയിച്ചിട്ട് എനിക്ക് ഒരു ഭാഗത്തെ ഒരു മാംസം പോയി കഴിയുമ്പോൾ അവിടെ കുത്തിക്കെട്ടാനല്ലേ പറ്റത്തുള്ളൂ, അല്ലാതെ നേരെയാക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അവിടെയാണ് കർത്താവ് ഇറങ്ങി വന്ന് ചിലത് ചെയ്തത്. ഭയങ്കര കാര്യമല്ലേ. ആ ബ്രൗൺ ഷോളിട്ട സിസ്റ്ററെ വിളിച്ചേ, അവരോട് മുന്നോട്ട് വരാൻ പറഞ്ഞേ. സിസ്റ്ററിന് വയറ്റിൽ എന്തെങ്കിലും അസുഖം ഉണ്ടോ ഇല്ലയോ എന്നല്ലേ ചോദിക്കാൻ വരുന്നേ. പക്ഷെ നിങ്ങൾക്കൊരു സംശയമുണ്ട്, നിങ്ങളുടെ വയറ്റിനകത്ത് എന്തെങ്കിലും പ്രശ്നം വരുവോ 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 വരുവോ. ഞാനതിനെ ഇന്ന് പകൽ ക്യാൻസൽ ചെയ്യും. അതിൻ്റെ ഒരു കാരണമുണ്ട്, നിങ്ങളുടെ വയറിൻ്റെ ഇടതുവശത്ത് ഒരു പ്രശ്നമുണ്ട്. അതിനേക്കാൾ ഒരു കാരണമുണ്ട്, നിങ്ങളുടെ നെഞ്ചില് ഓപ്പറേഷൻ നടക്കുന്ന പോലെ എനിക്ക് കാണാം. ചേച്ചിക്കൊന്ന് പറയാമോ എന്താ സംഭവം? സർജറി കഴിഞ്ഞത് ബ്രസ്റ്റില്. അതുകൊണ്ട് ഇവിടെ മുറിഞ്ഞായിരിക്കുന്നത്, ഈ കക്ഷത്തിനോട് ചേർന്നിരിക്കുന്ന ഭാഗം മുറിഞ്ഞായിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ചർച്ചിലുണ്ടായിട്ടുള്ള ഒരു അത്ഭുതം പറയട്ടെ. യൂട്യൂബിലുള്ള ചില ആളുകൾക്ക് ഇഷ്ടക്കുറവൊക്കെ വരാം, പക്ഷെ കേട്ടോ നല്ല കാര്യമോ. ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഒരു സിസ്റ്ററിന്റെ ക്യാൻസർ നിമിത്തം ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഒരു ബ്രസ്റ്റ് ഇല്ല അവർക്ക്, ഒരു ബ്രസ്റ്റേ ഉള്ളൂ. പക്ഷെ ചർച്ച വന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി, റിമൂവ് ചെയ്ത ബ്രസ്റ്റിന് പകരം പുതിയൊരു ബ്രസ്റ്റ് ഉണ്ട്. ഇത് ട്രിവാൻഡ്രം ചർച്ചിൽ നടന്ന കാര്യമോ സിസ്റ്ററെ? ഈ ഭാഗത്തെ മാംസം പോയി. നിങ്ങൾ കണ്ടോണേ ഇപ്പൊ ഒരു വലിയ കാര്യം നടക്കാൻ പോകുന്ന. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൂടെ വാ, എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമേൻ പറ. ഈ സിസ്റ്ററിന്റെ വലത്തെ നെഞ്ചിന്റെയും കക്ഷത്തിന്റെയും ഭാഗത്ത് ഒരു ഹോള് പോലെയാണോ? അതെ. നിങ്ങൾക്ക് വിശ്വസിക്കാവോ, ആ ഹോള് പോലുള്ള സ്ഥലം മാംസം കൊണ്ട് നിറയ്ക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇവർക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇവർക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ചില ആളുകളോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് തോന്നി എന്റെ നെഞ്ചിന്റെ അവിടെ എന്താ വലിയുന്നത് പോലെ തോന്നി, ശരിക്കും തോന്നി. അപ്പൊ ആ ചിന്ത നിങ്ങൾ കളഞ്ഞു പറഞ്ഞു, കർത്താവേ എന്റെ യൂട്രസിൽ മുഴയൊന്നും വരരുതോ, ഇനി എന്റെ വയറ്റിൽ കൈ വെക്കരുതോ, എന്റെ ശരീരത്തിൽ കത്തി വെക്കരുത്, ഞാനിനി ക്യാൻസർ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകല്ലേ. നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാ പറഞ്ഞ സംശയിക്കുന്നു ഞാൻ വിളിച്ചു പറഞ്ഞേ. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ സംശയം തീർക്കുന്ന കർത്താവ് ഈ സ്ഥലത്തെ മാംസത്തെ ഫില്ല് ചെയ്യാൻ പോവാ. My God is alive. My God is alive. അങ്ങനെ അവിടോട്ട് കൈവച്ചേ. ചേച്ചിക്ക് ഭയങ്കരമായ ചില അത്ഭുതങ്ങൾ നടക്കുക. ചേച്ചിയുടെ വലത്തെ ചെവി അതിന് വ്യക്തമായ ഒരു കേൾവിക്കുറവുണ്ടാവും എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു മുഴക്കം കേൾക്കും. ഇപ്പോ ആ ചെവി സൗഖ്യമാകും. ഇപ്പോൾ നിങ്ങൾക്കൊരു സൗഖ്യം ഉണ്ടാകും. സോറി, അവരുടെ നെഞ്ചിലോട്ട് കൈവച്ച് നോക്ക്. ഇവിടെ വെക്കണം, ഇവിടെ ഈ സൈഡില് ഇങ്ങനെ വെക്കണം. അവിടെയാ പ്രശ്നമുള്ളത്. ശരി, ഐ ആം സോ എക്സൈറ്റഡ്. നിങ്ങൾ എത്ര പേര് എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയത്തില്ല. ഐ ആം സോ എക്സൈറ്റഡ്. നിങ്ങൾ എത്ര പേര് പ്രതീക്ഷയോടെ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല.
സിസ്റ്ററിന് തൊട്ടു നോക്കിയാൽ അവിടെ മാംസം വന്നത് അറിയാവോ? എനിക്ക് അറിയേണ്ടത് ഇപ്പൊ നിങ്ങൾ തൊട്ടു നോക്കി പറഞ്ഞാൽ മതി, പക്ഷേ അതിനുശേഷം ബാത്റൂമിൽ പോയി നോക്കണം. തൊട്ടു നോക്കിയിട്ടുള്ള കാര്യം പറ. ആ ഗ്യാപ്പ് ഫില്ലായി വരുന്നത് അറിയാവോ? ആദ്യത്തെ കാലം കുഴിഞ്ഞിരിക്കായിരുന്നു. ഇപ്പൊ അത് ഞാൻ പ്രാർത്ഥിക്കുമ്പോ കുഴിഞ്ഞിരിക്കുമായിരുന്നു, ഇപ്പോ ഇത്തിരി നികന്ന പോലെ തോന്നും. ചിലതുണ്ടാകുവോ? 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 സർജറി ചെയ്തതിന് ശേഷം അവിടെ കുഴിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ സിസ്റ്റർ പറയുകയാണ് പൂർണ്ണമായിട്ട് അത് പൊന്തി വന്നു. സിസ്റ്ററെ, ആ കുഴി നികന്നു പോയി. കൊടുത്ത മൈക്ക്. നികന്നു, കുഴി നികന്നു. നികന്നു. ആ ഓപ്പറേഷൻ ചെയ്ത് പോയ മാംസം ഇല്ല, തിരിച്ചു വന്നു. ഒന്ന് ഉറക്കൊരു ആമേൻ പറയാം. കർത്താവ് ചിലത് ചെയ്യട്ടെ. നമ്മുടെ ബുദ്ധിക്ക് അതീതമായി ചിലത് ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയുന്നതിനായി സ്തോത്രം ചെയ്യാൻ സന്തോഷം. ഇപ്പൊ കണ്ണിലെ പ്രയാസം മാറിപ്പോയി. ഇല്ല, അത് അന്ന് തന്നെ മാറി. ആ കണ്ണിൽ ഈ വെള്ള റിങ് പോലെ വരുന്നതും അന്നത്തെ ദിവസം മാറിപ്പോയി. പിന്നെ ചെവിക്ക് ബ്രദർ പറഞ്ഞാലും ചെവിക്ക് കേൾവി ഓർമ്മ. ഞാൻ ഫോൺ ചെയ്യുമ്പോൾ പറയും എന്ന് പറയും. അപ്പൊ ഞാൻ പറയും എന്താണ് എന്റെ മൊബൈലിന്റെ സിഗ്നൽ കുറവായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചു. പക്ഷെ അന്ന് ബ്രദർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ചെവിക്ക് കുറവായിട്ടാണ്. കേക്കത്തില്ല. അന്നതോടെ അതും ക്ലിയർ ആയി. ആ ഒരു വശം അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. എന്ന് പറഞ്ഞ ക്യാൻസർ വന്ന ഒരു സൈഡില് ചെവിയും പ്രശ്നമായിരുന്നു, കണ്ണും പ്രശ്നമായിരുന്നു. ആ ഭാഗം മുഴുവൻ സൗഖ്യമായി. കണ്ണും ശരിയായി, കാതും കേൾക്കാം. ഒന്ന് ചോണയായിട്ട് കൈയടിച്ചു ആമേൻ പറഞ്ഞു. God we are serving. Love you. സന്തോഷമായിട്ട്